ஒரு டப்பா எடுத்து அவர்கிட்ட ഹായ് നമസ്കാരം. അങ്ങനെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ നമ്മുടെ കുമളിയിൽ ഏറ്റവും പ്രശസ്തമായ ഒരു അമ്പലമുണ്ട്, മംഗളാദേവി ടെമ്പിൾ. ഒരുപാട് പ്രത്യേകതകളും ഒരുപാട് ചരിത്രങ്ങളും ഒരുപാട് ഐതിഹ്യങ്ങളുള്ള ഒരു അമ്പലമാണ് നമ്മുടെ മംഗളാദേവി ടെമ്പിൾ. ആ അമ്പലത്തിലെ കുറച്ച് വിശേഷങ്ങളും കാഴ്ചകളൊക്കെയാണ് ഇന്ന് നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നത്. ആ ഒരു അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ആ ഒരു അമ്പലം തുറക്കുന്നുള്ളൂ എന്നുള്ളതാണ്. അതും ചിത്ര പൗർണമി നാളിലാണ് ആ അമ്പലം തുറക്കുന്നത്. ആ ഒരു ദിവസമാണ് ഇന്ന്. അതുകൊണ്ട് രാവിലെ നേരെ അങ്ങ് പോകുന്ന കേട്ടോ. ഇന്നത്തെ യാത്രയിൽ നമ്മുടെ കൂടെ കുറേ സാറുമാരുണ്ട് കേട്ടോ. സ്കൂളിൽ പഠിപ്പിക്കുന്ന സാറുമാരുണ്ട്, പഞ്ചായത്ത് ജോലിയുള്ള സാറുമാരുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ള്, അതായത് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണം, സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ പുതിയതായിട്ട് ആണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ ഒന്ന് നിൽക്കണം എന്ന് അപേക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. നേരെ നമുക്ക് മംഗളാദേവി ടെമ്പിളിലേക്ക് പോകാം, അവിടുത്തെ വിശേഷങ്ങൾ കാണാം. നമ്മൾ ഇന്നത്തെ നമ്മുടെ യാത്രയിൽ 11 പേരുടെ ഒരു ടീമായിരുന്നു വന്നത്. ഞാൻ ജ്യോതിസ്, പണിക്കൻകുടി സ്കൂളിലെ ടീച്ചറാണ്. ഇത് സിമി ടീച്ചർ, ഡോക്ടർ സിമി, കുമരക എസ്.എൻ. കോളേജിലെ അധ്യാപികയാണ്, മലയാളം ടീച്ചറാണ്. ഇത് ഡോക്ടർ സജീവ് സാർ, നാട്ടകം കോളേജിലെ ഫിസിക്സിൻ്റെ അധ്യാപകനാണ്. ഇത് ഡോക്ടറല്ല, അജേഷ് സാർ, പുള്ളി പണിക്കൻകുടി സ്കൂളിലെ എൻ്റെ സഹപ്രവർത്തകനാണ്, കൊമേഴ്സ് അധ്യാപകനാണ്. ഇത് രാജേഷ് സാർ, പുള്ളിക്കാരൻ പൊളിറ്റിക്സിൻ്റെ അധ്യാപകനാണ്, നമ്മുടെ സ്കൂളിലെ പ്രിൻസിപ്പൽ ഇൻചാർജ് കൂടിയാണ്. ഇത് എൻ്റെ ചിറ്റപ്പൻ ശശി ചിറ്റപ്പൻ. പൊതുപ്രവർത്തകനാണ്, രാഷ്ട്രീയ പ്രവർത്തകനാണ്. ഇത് ശശി ചിറ്റപ്പൻ്റെ മകളുടെ ഭർത്താവ് കുശാൽ, ടെക്കിയാണ്, വിദേശത്തൊക്കെ നിരന്തരമായിട്ട് വർക്ക് ചെയ്തിരുന്ന ആളാണ്. ഇത് ഷാജി, ഇദ്ദേഹം പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥനാണ്, എൻ്റെ കസിൻ ചേട്ടനാണ്. ഇത് സുധീഷ്, പുള്ളിക്കാരനും പഞ്ചായത്തിലെ ജീവനക്കാരനാണ്, എൻ്റെ നാട്ടുകാരനാണ്, കുടുംബ സുഹൃത്താണ്, അല്ലറ ചില്ലറ വ്ളോഗൊക്കെ ചെയ്യുന്ന ആളുമാണ്. നമ്മുടെ ഡ്രൈവർ ചേട്ടനെ മാത്രം പരിചയപ്പെടുത്തിയില്ല കേട്ടോ. വിനീത്, പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. ശ്രീഡിതം സ്വദേശിയാണ്. തമിഴ്നാട്ടിലും കേരളത്തിലുമായിട്ടുള്ള നിരവധിയായ ക്ഷേത്രങ്ങളിൽ നിരന്തരമായി ചെണ്ടമേളം നടത്തുന്ന ആളാണ്. 100 പേര് പങ്കെടുക്കുന്ന മെഗാ പേര് ഒരു വലിയ മേളം, ശിങ്കാരി മേളം, പഞ്ചാരി മേളം സംഘടിപ്പിച്ചുകൊണ്ട് നന്നേ ചെറുപ്രായത്തിലെ ഇത്തരം ശ്രദ്ധ പിടിച്ചു പറ്റിയ കലാകാരനാണ്. പിന്നെ പടം വരപ്പുകാരനാണ്, സർവകലാ വല്ലഭനാണ്. ഒരു പാട്ടും പാടും. മറ്റേ നവമാധ്യമങ്ങളിൽ നിരന്തരമായിട്ട് അദ്ദേഹം ഏതോ നാടുകളിലുള്ള പെണ്ണുങ്ങളുമായി ചേർന്ന് ഒരു പാട്ട് പാടൂല, എന്നു പറയുന്നത് അതൊക്കെ അവതരിപ്പിക്കുന്ന ആളാണ്. സർവോപരി തികഞ്ഞ ഗാന്ധിയനും. പിന്നെ മദ്യപിക്കില്ല, മുഖം വലിക്കില്ല, അവിവാഹിതനാണ്, സർവോപരി ചോകനുമാണ്. ഇടുക്കിയിലെ ഇതുപോലുള്ള നിർമ്മിതികളെക്കുറിച്ചും മറ്റും ധാരാളം കൗതുകത്തോടെ അറിയാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ട് കിട്ടിയ ചില വിവരങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് യഥാർത്ഥത്തിൽ മംഗളാദേവി ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിനകത്താണ്. ഇവിടെ നമ്മൾ കാണുന്നത് കുറേ തകർന്നു കിടക്കുന്ന കുറച്ച് കോവിലുകളും പിന്നെ പിൽക്കാലത്ത് പെറുക്കി അടുക്കി ഉണ്ടാക്കിയിട്ടുള്ള 1-2 ചെറിയ കോവിലുകൾ പോലെ തോന്നിക്കുന്ന സ്ഥലങ്ങളുമാണ്.
അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ വിഷ്വലുകൾ കാണുമ്പോൾ കല്ലുകൾ വളരെ ശാസ്ത്രീയമായിട്ട് അടുക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ നമ്മുടെ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ തഞ്ചാവൂരോ അല്ലെങ്കിൽ ഹംപിയിലോ അല്ലെങ്കിൽ വാതാപിയിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും കാണുന്ന മൈന്യൂട്ടായിട്ടുള്ള കൊത്തുപണികളോ മനുഷ്യരുടെയോ മൃഗങ്ങളുടെയോ ദേവീദേവന്മാരുടെയോ ഒന്നും രൂപങ്ങളോ ഒന്നും ഈ ക്ഷേത്രത്തിൻ്റെ മതിലുകളിലോ അല്ലെങ്കിൽ ഇതിൻ്റെ ചുവരുകളിലോ ഒന്നും കാണാനില്ല. പകരം ഇഷ്ടിക്ക് സമാനമായിട്ടുള്ള കല്ലടുക്കിയിട്ടുള്ളത്. അപ്പം അതിൽ നിന്നാണ് നമ്മളതിൻ്റെ ഹിസ്റ്ററിയെ നമ്മൾ അളക്കാൻ ശ്രമിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് മനുഷ്യർ ഈ കല്ലിങ്ങനെ കീറാൻ പഠിച്ചിട്ടുണ്ടാവും, പക്ഷേ ഇത്ര രൂപങ്ങൾ കൊത്തി തുടങ്ങാത്തൊരു കാലം. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന വളരെ ആയിരക്കണക്കിന് അല്ലെങ്കിൽ നൂറുകണക്കിന് പഴക്കമുണ്ടെന്ന് വിചാരിക്കുന്ന ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വേണ്ടത്ര കൊത്തുപണികൾ ഇല്ലാതിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊത്തുപണികൾ വരുന്നതിന് മുമ്പായിരിക്കും ഇത് ഉണ്ടായത്. നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കോവലൻ്റെയും കണ്ണകിയുടെയും കഥ അത് തമിഴ്നാട്ടിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു മിത്താണ്, ഒരു നാടോടി കഥയാണ്. അതിൽ കോവലനും കണ്ണകി എന്ന് പറഞ്ഞിട്ട് ദരിദ്രരായ 2 ദമ്പതിമാരുണ്ടായിരുന്നു. രാജഭരണ കാലത്ത് രാജ്ഞിയുടെ ചിലമ്പ് മോഷണം പോകുന്നു. ആ ചിലമ്പ് മോഷണം പോകുമ്പോഴും ദാരിദ്ര്യത്തിലായിരുന്ന കണ്ണകിയുടെ ഒരു ചിലമ്പ് പണയം വെക്കാനോ വിൽക്കാനോ ആയിട്ട് കോവലൻ എന്ന് പറഞ്ഞ അവരുടെ ഭർത്താവ് പോകുന്നു. പക്ഷേ അതേ സമയത്താണ് ഈ ചിലമ്പ് മോഷണം പോയിരിക്കുന്ന കഥ നിലനിൽക്കുന്നത്. അപ്പോൾ ഈ മോഷ്ടിക്കപ്പെട്ട ചിലമ്പ് കൊണ്ടാണ് കോവലൻ വന്നതെന്നുള്ള രീതിയിൽ ആരോപണം ഉണ്ടാവുകയും അതിൽ അയാളൊരു നിഷ്കളങ്കനും സാധുവൊക്കെ ആയിരുന്ന ആ മനുഷ്യനായതുകൊണ്ട് അയാൾക്ക് യഥാർത്ഥത്തിൽ അയാളുടെ നിഷ്കളങ്കതയോ അല്ലെങ്കിൽ അയാളുടെ നിരപരാധിത്വം തെളിയിക്കാൻ പറ്റാതെ വരികയും വളരെ വേഗത്തിൽ രാജാവും പരിവാരങ്ങളും തീരുമാനമെടുത്ത് അയാളെ കൊല്ലുന്നതായിട്ടാണ് കഥയിൽ കാണുന്നത്. ഇതറിഞ്ഞിട്ട് കണ്ണകി ഓടി മറ്റേ ചിലമ്പുമായി ഓടി രാജസദസ്സിലെത്തുകയും നിങ്ങളുടെ രാജ്ഞിയുടെ ചിലമ്പല്ല അതെൻ്റെ തന്നെയാണെന്ന് പറയുകയും ഈ കാണാതെ പോയ ചിലമ്പും ഇവിടെ കൊണ്ടുവന്ന ചിലമ്പും ഒരുമിച്ച് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുകയും അത് പൊട്ടിച്ച് അതിൻ്റെ അകത്തുള്ള ഭാഗം തുറന്നു കാണിക്കുന്ന സമയത്ത് രത്നങ്ങളും വൈരങ്ങളും ഒക്കെയുള്ള ഒരു വളരെ വില പിടിച്ച അത്ഭുതകരമായൊരു ചിലമ്പായിരുന്നു ഈ ദരിദ്രയായ കണ്ണകിയുടേത്. രാജ്ഞിയുടേത് പക്ഷേ വേറെന്തോ അരക്കോ അങ്ങനെ വെച്ചുണ്ടാക്കി വില കുറഞ്ഞ സാധനമായിരുന്നു. അങ്ങനെ കണ്ണകി തൻ്റെ നിരപരാധിത്വം തെളിയിക്കുമ്പോഴേക്കും പക്ഷേ അവരുടെ ഭർത്താവ് കൊല്ലപ്പെട്ടിരിക്കും. അപ്പോൾ തൻ്റെ ഭർത്താവിനെ കൊന്നുകളഞ്ഞ ഈ നീതിപീഠത്തിനോടും അല്ലെങ്കിൽ രാജാധികാരത്തിനോടുമുള്ള അവരുടെ ദേഷ്യം അത് അവരെ കൊണ്ട് ഈ ചിലമ്പ് വലിച്ചെറിഞ്ഞ് രാജസദസ്സിൽ വലിച്ചെറിഞ്ഞിട്ട് ശപിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ കഥയിൽ ഒരു അനീതിക്കെതിരെ ഒരു സ്ത്രീ നടത്തിയിട്ടുള്ള ഒരു ഒറ്റയാൾ പ്രതിരോധമെന്നോ പ്രതിഷേധമെന്നോ അങ്ങനെയൊക്കെയുള്ളൊരു രാഷ്ട്രീയമാനം ആ കഥയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വലിയ അധികാരത്തിൻ്റെ നൃശംസതയ്ക്കെതിരെ ഒറ്റയ്ക്ക് പോരാടിയ ഒരു സ്ത്രീ എന്നുള്ള ഒരു ഇമേജ് കണ്ണകിക്ക് വരികയും കണ്ണകിക്ക് വീരപരിവേഷവും താരപരിവേഷവും ഒക്കെ വരുന്നുണ്ട്. ഈ കഥയെ തുടർന്ന് ഇങ്ങനെ വീര ആയിട്ട് മാറിയ എന്നിട്ട് ഈ മധുരാ നഗരം അവർ ചുട്ടരിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ഒരു മുല പറിച്ച് വലിച്ചെറിഞ്ഞു എന്നൊക്കെയുള്ളൊരു കഥ അതിൻ്റെ കൂടെ പറയുന്നുണ്ട്. അത് ചിലമ്പാണെന്നും മുലയാണെന്നും ഒക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇങ്ങനെ വലിച്ചെറിഞ്ഞ് മധുരാപുരിയെ കത്തിച്ച് കളഞ്ഞിട്ട് അവർ ഇങ്ങനെ പോകുന്ന കണ്ണകിക്ക് ദേവീ പരിവേഷം കിട്ടുകയും അവർ പിന്നീട് ആരാധിക്കപ്പെടുകയും നമ്മുടെ നാട്ടിലെ തെയ്യങ്ങളെ പോലെയോ കതിവന്നൂർ വീരം പോലെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അല്ലെങ്കിൽ ഇപ്പോൾ പറശ്ശിനിക്കടവ് മുത്തപ്പൻ എന്ന് പറയുന്ന പോലെയൊക്കെ ഈ കഥ വലിയ തോതിൽ തമിഴ്നാട്ടിലൊട്ടാകെ സ്പ്രെഡാകും, സൗത്ത് ഇന്ത്യയിലൊട്ടാകെ പോകുന്നുണ്ട്. ആ സമയത്ത് പിന്നീടാണ് ചേരൻ ചെങ്കുട്ടൻ എന്ന് പറയുന്ന ചോള രാജാവ്, ചോളയാണോ ചേരയാണോ സംശയമുണ്ട്, എന്തായാലും ചേരൻ ചെങ്കുട്ടൻ എന്ന് പറയുന്ന ചേര രാജാവായിരിക്കും. ആ രാജാവ് ഏതാണ്ട് 1000ഓളം വർഷം മുമ്പ് ഈ കണ്ണകിയുടെ ക്ഷേത്രം പണിയാൻ തീരുമാനിക്കുന്നു. അങ്ങനെ കണ്ണകിയുടെ ക്ഷേത്രങ്ങൾ തമിഴ്നാട്ടിൽ പലയിടങ്ങളിലും ഉണ്ടാവും. അതിലൊരു പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമായിരുന്നു ഒരു കാലത്ത് സർവ്വപ്രതാപത്തോടും കൂടി വലിയ ജനവാസ മേഖലയായി ഒരുപാട് വലിയ ആഘോഷങ്ങളും ഉത്സവങ്ങളും ഒക്കെ നടന്നിരുന്ന ഒരു സ്ഥലമാണ് ഇന്ന് ചിതറിക്കിടക്കുന്നത്. അപ്പോൾ ചരിത്രത്തിൻ്റെ ഒരു ദുര്യോഗമെന്നോ ചരിത്രത്തിൻ്റെ എന്താ പറയുന്നത് ചരിത്രം എപ്പോഴും അങ്ങനെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ചരിത്രം നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്തിനുണ്ട്. ഒരു കാലത്ത് നമ്മൾ ഈ ചവിട്ടി നിൽക്കുന്ന മണ്ണിൽ ഈ പറഞ്ഞ രാജാക്കന്മാർ വന്നു പോയിരുന്നതും ഭക്തന്മാർ വന്നിരുന്നതും വലിയ ബലികളോ അങ്ങനെ വലിയ ആഘോഷങ്ങളോ വലിയ ഉത്സവങ്ങളോ ഒക്കെ നടന്നിരുന്നതും ഒക്കെ ആയിരിക്കണം.
അതതിൻ്റെ ഒരു മിത്തിക്കൽ വശം. പറഞ്ഞു വന്നത് ഇതിൻ്റെ പുരാവൃത്തം അല്ലെങ്കിൽ ഇതിൻ്റെ ചരിത്രം, ഇതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന മിത്തിനെ കുറിച്ചാണ്. പിന്നെ ഉള്ളത് ഇനി ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ നിർമ്മിതിയിൽ അവർ പുലർത്തിയിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഇവിടെ നമ്മൾ 1000 വർഷത്തിൻ്റെ ഒരു കഥയാണ്, അല്ലെങ്കിൽ 1000 വർഷത്തിൻ്റെ പഴക്കമാണ് ഇതിനെക്കുറിച്ച് പൊതുവെ വായിച്ചും പറഞ്ഞും കേൾക്കുന്നത്. അപ്പം 1000 വർഷം എന്ന് പറയുമ്പോഴേക്കും 10 നൂറ്റാണ്ടുകളുടെ ദൂരമുണ്ട്. നമ്മൾ ഇന്ന് കാണുന്ന പോലത്തെ സങ്കീർണമായ കൊത്തുപണികളോ സങ്കീർണമായ അത്രയ്ക്ക് ആകർഷകമാക്കാനുള്ള ശ്രമങ്ങളോ ഒന്നും നടത്താതെ ഇത്രയും ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് ഒരു വനത്തിൻ്റെ നടുക്ക്, ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്നത് ശരിക്കും ടൈഗർ റിസർവ് ആയിട്ടുള്ള പെരിയാർ ടൈഗർ റിസർവിൻ്റെ അകത്താണിത്. 13 കിലോമീറ്ററോളം അകത്ത് നമ്മൾ നടന്നോ അല്ലെങ്കിൽ വണ്ടിയിലോ കയറി വരുമ്പോഴാണ് ഇത് ഉള്ളത്. അപ്പോൾ അന്ന് ഇവിടെ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ 1000 വർഷം മുമ്പ് ഇന്ന് അത് റിസർവൊന്നും ആയിരിക്കത്തില്ല, ഇതൊരു ജനപഥം ആയിരുന്നിരിക്കണം. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ നിർമ്മിതി, ഈ ഇരിക്കുന്ന ഇതിൻ്റെ തകർക്കപ്പെട്ടതോ തകർന്നതാണോ, എന്തെങ്കിലും യുദ്ധമോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഏതെങ്കിലും പരിസ്ഥിതി സംബന്ധമായ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായതോ, ഒരു കലാമിറ്റി അങ്ങനെ വന്നപ്പോഴായിരിക്കാം ഇതിങ്ങനെ ആയിപ്പോയത്. എന്തായാലും ഒരു പടയോട്ടത്തിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ആക്രമണത്തിലോ തകർക്കപ്പെട്ടതാണെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ രൂപത്തിൽ ഇവിടുത്തെ കല്ലുകളൊന്നും അങ്ങനെ തച്ച് തകർക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഒന്നുകിൽ എന്തെങ്കിലും ഭരണമാറ്റം വന്നപ്പോൾ പിന്നീട് കൈകാര്യം ചെയ്യാൻ പറ്റാതെ വന്നായിരിക്കാം, റിമോട്ടഡായ ഒരു സ്ഥലമാണെന്നുള്ളത്. പിന്നുള്ളത് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ചിത്രാ പൗർണമി ദിവസത്തിലെ ഉത്സവം സംഘടിപ്പിക്കുന്നത് കേരള ഗവൺമെൻറ്റും തമിഴ്നാട് ഗവൺമെൻറ്റെയും 2 ഫോറസ്റ്റിൻ്റെയും ഈ 2 അതിർത്തി ജില്ലകളായിട്ടുള്ള ഇടുക്കിയിലെയും പിന്നെ തേനി ജില്ലയിലെയും കളക്ടർമാരും ചേർന്നിട്ടാണ്. അവരുടെ 2 കൂട്ടരുടെയും പോലീസ്, 2 കൂട്ടരുടെയും ഗവൺമെൻറ്റിൻ്റെ വിവിധ വകുപ്പുകളെല്ലാം ഏകോപിപ്പിച്ചിട്ടാണ് ഇതിപ്പോൾ നമ്മൾ കാണുന്നത്. വർഷത്തിലൊരിക്കൽ മാത്രം ഇത് തുറന്നു കൊടുക്കുന്നു. അന്ന് കണ്ണകി ട്രസ്റ്റിലെയും അതുപോലെ തമിഴ്നാട്ടിലും കേരളത്തിലും ഉള്ള ഭക്തജനങ്ങളും ഇവിടെ വരികയും ഭയങ്കര ഭക്തിയോടെ, ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന കൂട്ടത്തിൽ ധാരാളം മലയാളികളും ഏതാണ്ട് അത്ര തന്നെ തമിഴ് ആളുകളുമുണ്ട്. തമിഴ് ആളുകൾ ഇത് വലിയ വൈകാരികമായി വലിയ വിശ്വാസത്തിൻ്റെ തലത്തിലാണ് അവരുടെ ഡ്രസ് കോഡ്, അവർ അതിൽ ഭസ്മം ഒക്കെ തേച്ചും അല്ലെങ്കിൽ ആ ഒരു സെറിമോണിയൽ സംഗതി എല്ലാം ഫോളോ ചെയ്യുന്നുണ്ട്. മലയാളികളെ സംബന്ധിച്ച് ഇതൊരു എന്താണ് സാഹസിക ടൂറിസം, അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ ലൈനിലാണ് നമ്മൾ ഇവിടെ ആളുകൾ. അപ്പോൾ എന്ത് തന്നെ ആയാലും നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ചരിത്രവും അതിൻ്റെ മിത്തും അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രാധാന്യവും അതിൻ്റെ കലാപരമായ പ്രാധാന്യവും ഒക്കെ നോക്കുമ്പോൾ വല്ലാത്തൊരു എന്താ പറയുന്നത്, ചരിത്രം ത്രസിച്ച് നിൽക്കുന്ന മിത്തിൻ്റെ പുരാവൃത്തത്തിൻ്റെ വലിയ വൈകാരികമായ ഒരു കഥ പുറകിലുള്ള അങ്ങനെയൊക്കെ ഉള്ളൊരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം അതുതന്നെയാണ് ഈ വർഷത്തിലൊരിക്കൽ മാത്രം വരാൻ കഴിയുന്നു. നേരത്തെ പറഞ്ഞു വെച്ച എല്ലാ പ്രാധാന്യങ്ങളും അതൊക്കെയാണ് കണ്ണകി കോവിലിൻ്റെയും ഈ സ്ഥലത്തിൻ്റെയും ഒക്കെ ഏറ്റവും വലിയ ആകർഷകത്വവും അതിൻ്റെ പ്രാധാന്യവും ഒക്കെ അത് തന്നെ. பூம்புகாரில் பிறந்த பெண்மணி கண்ணகி. அவருடைய கணவன் கண்ணகி கோவலன். ஒரு டான்ஸரோட கோவலன் போய் 12 வருஷம் பிரிஞ்சு வாழ்கிறான். பொருளெல்லாம் வந்து கண்ணகிட்ட வரான். சம்பாதிக்கிறதுக்காக மதுரை வரான். மதுரையில் வந்தோடனே அரண்மனையில் இருந்த சிலம்பை திருடிட்டான்னு அவனை கொண்டுடுறாங்க. இதை கேள்விப்பட்டு கண்ணகி அரசன்ட்ட நீதி கேட்குறான். அவன் கல்வன் இல்லை, என் கணவன், நீங்கள் தப்பாக செஞ்சீங்க, இதுக்கு என்ன ஆதாரம்னு கேட்குறான். என் கால் சிலம்பில் மாணிக்கப்பறர்கள், உங்கள் இதில் என்னான்னு கேட்குறாங்க. என்னுடைய மனைவி அணிந்த காலில் உள்ள சிலம்பில் முத்துப்பறர்கள், முத்து வேற மாணிக்கம் வேறு இல்லையா. அப்போது தான் சிலம்பை எடுத்து கீழே உடைக்கிறான். மாணிக்க பறகள் அப்படியே பொறுப்பியாக ஓடுது, மன்னன் மூச்சலெல்லாம் அடிக்குது. அப்போ உணர்ந்துடுறான், ஆஹா நம்ம சரியாக புலன் விசாரணை பண்ணலை, முறையாக நீதி விசாரணை பண்ண இடத்துல அவசரப்பட்டுட்டோன்னு விழுந்து செத்து போகிறான். அரசன் பாண்டியன் நெடுஞ்செழியை செத்தோன்னே அவனுடைய மனைவியும் விழுந்து செத்து போகிறான். கண்ணகி கோபம் சீற்றம் அடங்காமல் மதுரையை எரிக்கிறான். எரிச்சிட்டு நடந்து இப்படியே வரா வைகை ஆற்றில் வந்து இங்கே வந்து இந்த நெடுவேல் குன்றம்னு பேர் இந்த இடத்துக்கு. அங்கே வந்து உட்கார்ந்துருக்கிறான். പുഷ്പമാനം വാനത്തിലേന്ന് വരുത്, കണവനയുടെ ഏരി പോയിടാം. ഇതാണ് കഥ. നമുക്കിപ്പോൾ വീഡിയോ ചെയ്യാൻ ഒരുപാട് പരിമിതികൾ നമുക്കുണ്ടായിരുന്നു. മെയിനായിട്ട് നമുക്ക് ക്യാമറ അലൗഡ് അല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫോൺ ഉപയോഗിച്ച് തന്നെ നമുക്ക് വിഷ്വൽ എടുക്കേണ്ടി വന്നു. അതിൻ്റെ കുറവുകളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്കിവിടെ
നമുക്ക് ആ ഒരു ടെമ്പിൾ അവിടെ നടക്കുന്നത് ശരിക്കും മലയാള പൂജയാണ് ആ ഒരു ടെമ്പിളിൽ നടക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് നേരെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു ടെമ്പിൾ കാണാൻ സാധിക്കും. ഈ ടെമ്പിളിൽ നടക്കുന്നത് തമിഴ് പൂജയാണ് ഇവിടെ നടക്കുന്നത്. ஒரு டப்பா டப்பா எடுத்து அவர்கிட்ட கொடுங்க. தட்டுல தட்டு கொடுக்குறான்ட்ட வாங்க சொல்லு. இது அங்க போகுது. போறா அங்கிட்டு போறா. இன்னும் முழுசா கட்டி போறா என்ன போறா ചരിത്ര വഴികളിലൂടെയുള്ള ചെറിയൊരു യാത്രയായിരുന്നു. നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ നമുക്കറിയാൻ സാധിച്ചു. പിന്നെ നമ്മുടെ ഗോപ്രോ പണി തന്നത് മാത്രം ഗോപ്രോ പണിയൊന്നുമല്ല, ഗോപ്രോ എടുക്കാൻ പറ്റാത്തത് മാത്രം ചെറിയൊരു നെഗറ്റീവായി പോയി അല്ലേ? കുഴപ്പമില്ല. ഇടുക്കി ജില്ലയിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഉറപ്പായിട്ടും കാരണം കടൽ പോലെ കിടക്കുവാണ് ചുറ്റും. നമുക്ക് അതേപോലെ ഒരുപാട് ഒരു എന്നാ മലനിരകളുടെ ഒരു ലോങ് വ്യൂ നമുക്ക് അതെ എവിടെ തിരിച്ചാലും ഫ്രെയിമാണ്. നമുക്ക് ഈ സൈഡിലേക്ക് തിരിച്ച് കഴിഞ്ഞാൽ തമിഴ്നാടിൻ്റെ വ്യൂ കാണാം, നേരെ ക്യാമറ ഇങ്ങോട്ട് തിരിച്ചാൽ ഇവിടെ നമ്മുടെ കേരളത്തിൻ്റെ വ്യൂ കാണാം. അത്രയ്ക്ക് മനോഹരമായൊരു സ്ഥലമാണ്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, വർഷത്തിൽ ഒരിക്കൽ ഒരു ദിവസം മാത്രമേ ഇവിടെ വരാനും ഇവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനും അവസരമുള്ളൂ എന്നുള്ളതാണ്. എന്തായാലും ഇന്നത്തെ ഒരു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുപോലെയുള്ള വെറൈറ്റി കാഴ്ചകളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. ഓക്കെ, ബൈ, ടാറ്റ.